കുറച്ചുകൂടെ ഒഴിച്ചെടുക്ക് ഞാനമ്മ ശരിക്കും പിടിക്കട്ടെ. ഒന്ന് പതുക്ക. കൂലിക്ക് തല്ലാൻ നടക്കുന്നു. കൂലിക്കൊന്നൊന്നല്ല, പാവത്വം തോന്നിട്ടാ. ഇതിലും അത് പോലീസുകാരനെ തല്ലായിരുന്നു. ഉള്ളി പാവങ്ങളെ രക്ഷിക്കാൻ കട്ടും മോട്ടിച്ച് നടക്കുന്ന നിങ്ങൾ 8 എണ്ണത്തിന്റെ കുറവ് കൂടിയേ ഉള്ളൂ. ആദ്യം സ്വയം രക്ഷപ്പെടാൻ നോക്കടാ. ചേച്ചി അത് പറയരുത്. ഈ ഇന്ത്യ മഹാരാജ്യത്തൊന്നും ഒരു സാധനവും ഞങ്ങൾ ഇന്നേ വരെ മോഷ്ടിച്ചിട്ടില്ല. ഉണ്ടോടാ? പിന്നെ പുറംകടലിലേക്ക് എടുക്കണ കപ്പലല്ലേ, അതിലിപ്പോ ആർക്കാ ചേതം? പുറംകടലിൽ നിന്നായാലും കരയിൽ നിന്നായാലും കളവ് തന്നെയാണ്. ആയിക്കോട്ടെ, പക്ഷെ ഇന്ത്യൻ വൻകരയുടെ പുറത്തു വെച്ച് നടക്കുന്ന ഈ മാതിരി കലാപ്രവർത്തനങ്ങളിൽ ഇവിടുത്തെ ഡ്യൂക്കിലി പോലീസിന് ഇടപെടേണ്ട യാതൊരു കാര്യവുമില്ല. അതിലേ ഉള്ളൂ ഞങ്ങൾക്ക് പ്രതിഷേധം. വാചകം അടിക്കാതെ മാന്യമായി പണിയെടുത്ത് തിന്നൂടാടാ നിനക്കൊക്കെ. ഇതിനേക്കാൾ മാന്യമായ രാഷ്ട്രീയം, കള്ളക്കടത്ത് തുടങ്ങിയ തൊഴിലിൽ ഏർപ്പെടാൻ തൽക്കാലം ഞങ്ങൾക്ക് താല്പര്യമില്ല. നീയൊന്നും ഒരു കാലത്ത് നന്നാവില്ലടാ. ഈ ലോകം നന്നാവുമ്പോ ഞങ്ങൾ നന്നാവും. ചൂടുവെള്ളം ഇനിയും വേണടാ? വേണ്ട. ഞാൻ പോണു ജാനുമ്മേ. ഇതുങ്ങളോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. കൂർത്തം കേട്ട നിങ്ങള്. ഇതിലും ഭേദം ലോക്കപ്പിക്ക് എടുക്കായിരുന്നു നല്ലത്. ആടാ, ഇനിയും വരും അയാള്. അപ്പൊ അങ്ങ് ഓടി വന്നേക്ക്. ശരി ശരി. വരിയൊക്കെ പിടിക്കട. നല്ല വേദന. ഒന്ന് മിനുങ്ങാൻ എന്താടാ വഴി? ഒറ്റ വഴിയുള്ളൂ. ശൈത്താമാരെ, നിങ്ങക്ക് വേറൊന്നും കിട്ടിയില്ല കള്ളുപിടിക്കാൻ? ഇനി ആകുള്ളൊരു തറവാടാ, പിന്നെ പൊടി പിടിച്ചൊരു തള്ളേ. തള്ളയുടെ കാര്യം പറഞ്ഞപ്പോ എന്താണ് നിങ്ങൾക്ക് ഇത്ര ഫീലിംഗ്? വിളക്കുമ്പോ തൊട്ടുള്ള കളിക്ക് ഞമ്മളില്ല. കള്ളു കുടിക്കാൻ പൈസ വേണമെങ്കിൽ ഞമ്മള് വേറെ തരാലാ. ഇക്കാന്റെ ഓശാരൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഇത് ഓശാരല്ലടാ, കായിക്കാന്റെ കടമൊഴിപ്പിച്ചു കൊടുത്തില്ലേ നിങ്ങള്, അതിന്റെ സന്തോഷമായിട്ട് കൂട്ടിയാ മതി. ഞമ്മക്ക് തറാമാണ്, അല്ലെങ്കിൽ ഞമ്മളും കൂടേനെ. ഏത് ഒരു തമാശക്കാരൻ. എങ്ങനെയുണ്ടടാ പുതിയ ഏമാന്റെ ഇടി? ഇത്തിരി കടുപ്പാണിക്ക. നല്ല പിഴിച്ചു കഴിഞ്ഞ സുഖണ്ടിക്ക. അപ്പൊ ഞങ്ങൾ പോണേ. അതോട് വെച്ചേക്ക്. ഇത് ഉപയോഗിച്ചോണ്ടിരിക്കുന്നതാ? അല്ല, കാഴ്ചക്ക് വെച്ചിരിക്കും. അതിന് കീരിപ്പണ്ടല്ലോ. പോട്ടെ. കള്ള ഈമാ. സ്വർണകംസങ്ങൾ വെള്ളിമേഘങ്ങൾ ഉണരും. എന്താണ് ഇവിടെ പരിപാടി? എന്താടാ കയ്യിലൊരു കയറ്? ചൂണ്ടയിട്ടിരിക്ക. ഉണ്ടയോ? ഉണ്ടയല്ല, ചൂണ്ട. കയറിട്ടാണ്ടാ മീൻ പിടിക്കുന്നത്? ഇത് വലിയ തിമിംഗലം പോലത്തെ സ്രാവ. ബാക്കി 7 എണ്ണങ്ങൾ അവിടെ. അവര് പരിസരത്ത് പോലും ഇല്ല. വാസുളേ, അയ്യോ നിൽക്കണവിടെ, അടിച്ചത് ഷേപ്പും മാറ്റും. ഇനി എന്ത് മാറ്റാൻ? കൈ പിടിക്കരുത്, ശ്വാസം മുട്ടുന്നു. ഇക്കോ, ഇക്കാന്റെ തുരുമ്പിച്ച സാമാനം പിന്നെ തൂക്കാം. ആദ്യം ഞങ്ങളുടെ സാമാനം എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. സൂപ്പറാ, അസൽ ഓടാ ഓട്. എന്റെ പഠിച്ചോനി, ഇക്കണക്കിന് പോയ ഇന്ത്യ മഹാരാജ്യം ഉയർ തൂക്കി വെക്കില്ല നിങ്ങളൊക്കെ കൂടെ. ഓ, അത് തന്നെയാണല്ലോ ഇപ്പൊ ഇവിടെ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കണതും. ചുമ്മാ കണ വായിട്ടടിക്കേണ്ട കായിങ്ങാട്ട് എടുമ്മ മുഴുവൻ വേണ്ടക്ക, ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കുറേശ്ശെ മതി അല്ലേടാ? അതാണ് ഞങ്ങൾക്ക് സൗകര്യം. ഇവലിശിലാണ് തോറ്റി. എന്നാടാപ്പാ വലിച്ചു മരി. വക്കച്ചൻ മുതലാളിക്ക് സ്തുതി. അല്ലെങ്കിൽ ഇന്ന് സർക്കിളിന്റെ ബീഡ കംപ്ലീറ്റ് തീർന്നേനെ. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ വിവരമുള്ളവനെ പിടിച്ച് കാവലിരുത്തണമെന്ന്. അതെ, ആളെ കബൂറാക്കല്ലേ. ഞാനിപ്പോ എന്ത് ചെയ്യുന്നതാണ്? അവന് ചെയ്യാനുള്ളത് അവൻ കറക്റ്റായിട്ട് ചെയ്തു. ഓടി. എടാ, നിന്നെ അത് കണ്ടെന്ന് തോന്നുന്നു. അതെന്താടാ? നിന്നെ കണ്ടപ്പോ ആരായില്ലടാ. അതെ, എനിക്കെന്താടാ ഒരു കുറവ്? ഒരു കാലിന് നീളം കൂടുതലല്ലേ ഉള്ളൂ. ഇവക്കടെ പുറകെടുന്ന് നമ്മുടെ ജന്മം തൊലിവിനാ തോന്നണത്. പണ്ടാറടങ്ങനെ ടീവിൾ ഇതിനകത്ത് കയറി കുത്തിരിക്കണ ഹോട്ടലും കയറിയിരിക്കാൻ പാടില്ലായിരുന്നു. ഞാനൊന്ന് പോയി നോക്കിട്ട് പോയി നോക്ക്.
അല്ല എങ്ങോട്ടാ? അകത്തേക്ക്. ബ്യൂട്ടി പാർലർ അല്ലേ ഇത്? അതെ. അതെ, ഇതുപോലത്തെ വളവും ചെലവൊന്നും ശരിയാക്കൂല. താനൊന്ന് പോയേ. ഇത് ശരിയാക്കാൻ വന്നൊന്നല്ലേ? സ്ത്രീകൾക്കുള്ള സ്ഥല. അത് ഞങ്ങൾക്കറിയാം. ഒരാളെ നോക്കാനാണ് മച്ചാനെ. താൻ ഒരാളെ നോക്കണം. ഇവിടെ ഇറങ്ങിക്കേ. ഞങ്ങൾ ഇവിടെ താമസിക്കാൻ വന്നൊന്നുമല്ല. ഏതോ പറയുന്നത് കേട്ടോ. ഇതിനകത്തൊന്ന് കയറി വെച്ചപ്പോ എന്താണ്? ഒന്നുമില്ല, താൻ ഇങ്ങോട്ട് ഇറങ്ങ. അയ്യേ ഇങ്ങോട്ട് ഇറങ്ങാൻ പറയുന്നത്. മച്ചാനെ അത് ഇതിട്ട്. അയ്യോ ദേ പെണ്ണ് പോയടാ. വണ്ടി ഓർഡർ പ്ലീസ്. ഞാൻ ഇതൊന്ന് നോക്കട്ടെ. നിങ്ങൾ മറ്റേ ഓർഡർ എടുത്തോളൂ. ഓക്കെ മാഡം, ടേക്ക് യുവർ ഓൺ ടൈം. ഓർഡർ പ്ലീസ്. എനിക്ക് ഒരു ഫ്രൈഡ് റൈസും ഒരു നൂഡിൽസും ഒരു ചില്ലി ചിക്കനും ഒരു ചില്ലി പ്രോൺസും ഒരു ചില്ലി ഫിഷും. വേറൊന്നും വേണ്ടേ വീഴുങ്ങാൻ? എന്നാ ഒരു ബട്ടർ ചിക്കൻ കൂടിയാകും. ചേട്ടാ ആ അടുക്കള മൊത്തം ഇവനോട് കൊടുക്ക്. ആർത്തി ഇവിടെ കാണിക്കാതാ. എടാ നീ ഓർഡർ ചെയ്താൽ മതി. ഇവൻ പറഞ്ഞത് എഴുതിയെടുത്തല്ലോ. യെസ് സർ. Then double it. That's all. താങ്ക് യു മാഡം. ഞാനൊന്ന് പോയിട്ട് വരാം. എന്നിട്ട് ലഞ്ച് തന്നെ കഴിക്കാം. ഓക്കെ മാഡം. എന്നാലും അവള് നമുക്കിട്ട് വെച്ച് കളഞ്ഞല്ലോടാ. എന്നാ നമുക്കും പോവാം. ഫുഡ് ഓർഡർ ചെയ്തിട്ട് കഴിക്കാണ്ട് പോണോ? ഇവൻ വയറ്റില് കൊക്കോപ്പുഴ കൃഷി നടത്താൻ തോന്നണേ. തിന്ന്. നമ്മുടെ കോപ്പിലെ മണിക്ക് മിണ്ടാട്ടം മുട്ടിന്ന് തോന്നണേ. നമ്മ നല്ല നില കഴിയുന്നുണ്ട് അങ്ങോട്ട് സഹിക്കണല്ല. ഇങ്ങോട്ടാ വിഴുങ്ങ് വിഴുങ്ങ്. കണ്ടവന്റെ കാശല്ലേ. ദോശക്കൊന്നും ഇപ്പൊ പഴയ ടേസ്റ്റ് ഇല്ല. അത് നാക്കോടിക്കാൻ്റെ ആയിരിക്കും. റൂം ക്ലീൻ ചെയ്യും. എന്താ എല്ലാരും ഇങ്ങനെ അന്തിച്ചു നിൽക്കുന്നത്? വന്നിട്ട് ഇഷ്ടായില്ലേ? അയ്യോ ഇഷ്ടായില്ലെന്നോ? യു ആർ വെൽക്കം അല്ലേ? അതെ. കൊള്ളാലോ. കാണുമ്പോ കോളേജ് ഡേയ്സ് ഓർമ്മ വരണേ. പക്ഷെ ഇവിടെ മുഴുവൻ നോക്കി കുടിക്കാൻ മാത്രം ഒരു തുള്ളി വെള്ളമില്ല. ഉള്ളതൊന്നും എനിക്ക് പറ്റുന്നതല്ല. അത് ഒരു ഷോയ്ക്ക് വെച്ചതാ അല്ലേ? കുടിക്കാനിപ്പോ എന്താ വേണ്ടേ? കുടിക്കാനല്ല കഴിക്കാനും വേണം. എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാ മതി, ചെയ്യാം. ഇന്നത്തെ ലഞ്ച് നിങ്ങളുടെ ഒപ്പം. ദാറ്റ് വി ആർ കുക്കിംഗ്. ഓ സാധനങ്ങൾ വായ്പെത്തി. സായിപ്പ് വണ്ടി എടു. നിങ്ങൾ തുടങ്ങിക്കോ. എവിടെ തുടങ്ങാനാണ്? സാധനങ്ങളൊക്കെ എത്തിയിട്ടുണം. അതെനിക്കറിയാടപ്പാ. അതും പറഞ്ഞ് നിങ്ങൾ അടുക്കളയിലോട്ട് പോ, അവര് സംസാരിക്കട്ടെ. മത്സരമല്ല, എല്ലാവരും ഒന്ന് സഹകരിക്കണേ. ആക്രാന്തം കാണിക്കരുത്. ഞാൻ എടുക്കും പോലെ പതുക്കെ ഒരു 5-6 പീസ് അല്ല, ഈ റോഡ് മുഴുവൻ എഴുതി വെച്ച ആരുടെ ബുദ്ധിയാ? വേറെ ആരുടെ? ശരീരം പോലെ തന്നെയാണല്ലേ ബുദ്ധിയും. അതിന് ഇത്ര ചിരി വേണ്ട. കഴിഞ്ഞോ? ഇല്ല ഇല്ല, ഇപ്പൊ കഴിയും. ഭക്ഷണത്തിന്റെ കാര്യമല്ലടാ തീറ്റപ്രാന്ത. എടാ ക്ലോക്ക് നടക്കാൻ തുടങ്ങി. ആ നേരെ നടന്നാൽ എല്ലാവർക്കും കൊള്ളാം, പറഞ്ഞേക്കാം. എക്ക ഊരി കളഞ്ഞ അവനവന്റെ ഉടുപ്പെടുത്തിട്ട് ഇപ്പൊ എന്തൊരാശ്വാസമല്ലടാ. എടാ നമുക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങിയാലോ? എന്താടാ ഒരു പുതിയ ബോധോദയം? ദേ ഞാനൊരു കാര്യം പറ്റേ. ബിസിനസ് തുടങ്ങണേ എനിക്ക് നമുക്കൊരു ഹോട്ടൽ തുടങ്ങാം. വേണ്ട, നീ ഉള്ളിടത്തോളം കാലം അത് രക്ഷപ്പെടൂല. എന്താണ്? അതെങ്ങനെയാണ്? അവൻ ഒഴിവാക്കിയിട്ടാണെങ്കിലോ? അത് പിന്നെയും കൊള്ളാം. ആയുർവേദത്തിന് ഇപ്പൊ നല്ല മാർക്കറ്റാണ് സുഹൃത്തുക്കളെ. ധാതു പുഷ്ടി, നിത്യ യൗവനം, ശരീരത്തിന് ആരോഗ്യം, ഉന്മേഷം, ഉന്മാദം എന്നൊക്കെ പറഞ്ഞ് തട്ടിവിട്ടാ മതി. എല്ലാ രഹസ്യമായിട്ട് വാങ്ങി വിഴിക്കോളും. മച്ചാനെ ആ പണി വേണ്ട, അത് കപൂറാവും. ആൻഡപ്പം പറഞ്ഞാണ് കറക്റ്റ്. നമുക്ക് ഫാസ്റ്റ് ഫുഡിന്റെ ഇടപാടുകൾ തുടങ്ങിയാലോ? അമേരിക്കൻ കൊളാബറേഷൻ നല്ല കഥ കപ്പയും മീനും. കപ്പയെ മീൻ പിക്കാനാണ് പിന്നെ ഈ അമേരിക്കക്കാരുടെ കോണാപ്ലിക്കേഷൻ എന്തിനാണ്? ഇന്റർനാഷണൽ ബ്രാൻഡ് നെയിമും ഫോറിൻ കൊളാബറേഷനും ഇല്ലെങ്കിൽ ഇന്ത്യയിലെ ഇപ്പൊ ഒരു പട്ടിവില അത് തിന്നില്ലടാ പട്ടി. പട്ടീന്റെ അപ്പൻ. നമ്മളൊക്കെ നേരിട്ട് കൈകാര്യം ചെയ്യാനായിരുന്നടാ വക്കച്ച മുതലാളി. കംപ്ലൈന്റ് ഇല്ലാന്ന് പറഞ്ഞത്. പടച്ചോനെ,
ഇയാള് കൊന്ന് കഷ്ണാക്കി കടലിലേക്ക് എറിയലാണ് അത്ര പതിവ്. ഏയ് അത്രയൊന്നും ഉണ്ടാവില്ലടാ. ആ പക്ഷെ തല്ലുറപ്പാടാ. കൊല്ലാൻ മടിക്കൂലെന്നാണ് എല്ലാവരും പറയണത്. അയ്യോ ആ അയ്യോ എടാ കോഴി. അപ്പ സംഗതി ഉറപ്പാ, കൊല്ലുന്നതിന് മുമ്പുള്ള കൊലച്ചോറാടാ വരുന്നത്. എന്റെ പൊന്നു മക്കച്ച പോലാളി, ഞങ്ങൾ അറിഞ്ഞോണ്ട് ഇതല്ല. ഒന്നിന് പകരം വേണമെങ്കിൽ 4 പ്രൊപ്പലർ ഞങ്ങൾ കൊണ്ടുതരാം. ആ പൊങ്ങ്. ആ അയ്യോ അതൊന്നും വേണ്ടടാ മക്കളെ. 2 എണ്ണമെങ്കിലും. എന്നാത്തിന്? ഞങ്ങളുടെ ഒരു സന്തോഷത്തിന്. അതവിടെ കിടക്കട്ടെ. എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ. കടലിൽ കിടക്കണ കപ്പലിന്റെ പങ്കടിച്ചു മാറ്റണവന്മാര്. കേട്ടിട്ടേ ഉള്ള മാതാവോ, കാണുന്നത് ഇപ്പോഴാണോ? എനിക്കിതൊന്നും പറ്റുകയില്ല. നമ്മുടെ ഗോതിർത്തി സാധനത്തിന്റെ അയലൊക്കത്തെങ്ങാനും വരുമാ ഇതൊക്കെ? മക്കള് കഴി. ഗ്ലാസ് എടുക്കടപ്പാ, ചോടെടു. അയ്യോ എന്തിനാണ് മകനെ വെറുതെ സോഡ ഒഴിച്ച് അവനെ അപമാനിക്കണത്? നേരെ അങ്ങോട്ട് വിഴുങ്ങിക്കോ, ഞങ്ങൊന്നും പാടുകയില്ലെന്ന്. വല്ലതും കഴിക്കാൻ കൊടുത്തിട്ട് വേണം നല്ലത് വല്ലതും പറയാൻ. ഇത് ഞങ്ങൾ ക്രിസ്ത്യാനിക്കളുടെ നിയമമാണ് കേട്ടാ. മൂപ്പിലിസ് പഠിപ്പിച്ചതാണ്. നിങ്ങൾക്കും നല്ലതാണ് ഞാനീ പറയാൻ പോണത്. ഞാനൊരു ജോലി തന്നാ മക്കള് ചെയ്യുക. വെറുതെ വേണ്ട, കാശ് തരാം, വണ്ടി തരാം, പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചാ അത് വക്കച്ചനങ്ങാട്ട് ചെയ്യും. അതാണ് വക്കച്ചന്റെ ഒരു പോളിസി. ആരെയും തല്ലാനും കൊല്ലാനൊന്നും അല്ലെന്നേ, നിങ്ങ വിചാരിച്ചാൽ തീർക്കാൻ പറ്റുന്ന ഒരു നിസ്സാര കാര്യം. ഏക്കുമാ പറയടപ്പാ. ജോലി എന്താണെന്ന് പറഞ്ഞില്ല. ആ അതാണല്ലോ പറയാൻ പോണത്. നിങ്ങ ഒരു പെണ്ണിനെ സ്നേഹം കാണിച്ചു വളക്കണം. നിങ്ങളെന്ന് പറയുമ്പോ എല്ലാരും വേണ്ട കേട്ടാ, ദൈവം മതി. ഇവരൊരു കൊച്ചു സുന്ദരനാണേ. പിന്നൊരു കാര്യമുണ്ട് കേട്ടാ, നിങ്ങ എല്ലാം കൂടെ നിൽക്കണം, അത്രയുള്ളന്നേ. പിന്നെ പെണ്ണ് വളഞ്ഞു കഴിഞ്ഞാലുള്ള കാര്യം വക്കച്ചൻ പറഞ്ഞു തരണ്ടല്ല. ഇതാണ് പെണ്ണ്. അപ്പൊ ഇതായിരുന്നല്ലേ ഉദ്ദേശം? നടക്കില്ല. എഴുന്നേൽക്കടാ. ആ ഇതെന്ത് പുകില്? ആ നില്ല്. ചാടിക്കര് വേണ്ടാന്ന് പറഞ്ഞ എന്തിനാണ്? മക്കൾ ആലോചിക്കേ. നിങ്ങ അവിടെ ഇരി, ഞാനൊന്ന് സംസാരിക്കട്ടെ. ആളെ ഇട്ട് വെറുതെ കബൂറാക്കാതെ എന്റെ അപ്പച്ച മോലാളി. വക്കച്ചൻ ആ മോലാളി, കാര്യം തുറന്നു പറ. ഞങ്ങൾക്ക് എന്ത് തരും? വക്കച്ചൻ തരുമല്ല. എന്ത്? മക്ക ഇതെന്ന് പിടിവിട്. ആ വെടി വിട്ട് പറ. വണ്ടിക്ക് വണ്ടിയും ചെലവ് കാശ് ഇപ്പൊ അങ്ങാട്ട് തരും. കാര്യം നടന്നു കഴിഞ്ഞാ വണ്ടി നിങ്ങൾക്ക് സ്വന്തം, ഫ്രീ. പിന്നെ ഈ 7 എണ്ണത്തിന് നിനക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള വക വക്കച്ചൻ അങ്ങാട്ട് തരും. അപ്പൊ സമ്മതിക്കുമല്ല? ആ ആ കൈ ഇങ്ങോട്ട് നീട്ടിയണ്ടേ? ഇങ്ങോട്ട് നീട്ട്. നീട്ട്, പാപ്പാ.